വിവാഹബന്ധത്തിൽ രണ്ടു പേരുടെയും ആവശ്യങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കപ്പെടണം. ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്നുള്ളത് ഇമോഷണൽ നീഡാണ്. ഇമോഷണൽ നീഡ്, ആ വൈകാരികമായൊരു ദാഹം പെണ്ണിന് എപ്പോഴും ഉണ്ടാവും. ആണിൻ്റെ ഏറ്റവും വലിയ നീഡ് ഫിസിക്കൽ നീഡാണ്, ശാരീരികമായ ദാഹമാണ്. ഇത് ഏറ്റവും വലുതാണ്, രണ്ടാൾക്കും വേറൊന്നും ഇല്ല എന്നുള്ളതല്ല, ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഇതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ് ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞത്. ഒരു പുരുഷൻ നന്നാവണമെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് ഭാര്യൻ്റെ അടുത്ത് നിന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകൻ്റെ സ്വഭാവം അത്രമേൽ നല്ല സ്വഭാവമായിരുന്നു എന്നുള്ളത്, സൽസ്വഭാവമായിരുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. എന്നതുപോലെ ആണുങ്ങളെക്കുറിച്ച് അവരുടെ ഭാര്യമാർ പറയണം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം നന്നായിരുന്നു. ആ സ്വഭാവം നന്നാകണമെങ്കിൽ അവളുടെ ഇമോഷണൽ നീഡ്സ് പൂർത്തീകരിക്കപ്പെടണം. ഇമോഷണൽ നീഡ്സ് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അവൾക്ക് അവളുടെ ഹൃദയത്തിന് പറയാനുള്ളതെല്ലാം കേട്ടിരിക്കുന്ന ഒരാളായി നമ്മൾ മാറണം. അവളുടെ കൂടെ സമയം ചെലവഴിക്കണം, അത് കേൾക്കാൻ തയ്യാറായി നിന്നുകൊണ്ട് എല്ലാം കേൾക്കാനും സമയം ചെലവഴിക്കാനും നമ്മൾ നിൽക്കണം. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ നമ്മളിങ്ങനെ കേട്ടിരിക്കും, ആ കേൾക്കാൻ നല്ല രസമായിരിക്കും. ആ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും തോന്നൂല, ആ സമയത്ത് ദേഷ്യപ്പെടലുണ്ടാവില്ല, വഴക്ക് പറയലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത് കഴിഞ്ഞാലും ഇത് തുടരണം. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ സാധാരണ PDA, പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷനൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. പുറത്തിറങ്ങുമ്പോൾ കൈയൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും, തോളിൽ പിടിച്ചിട്ടുണ്ടാവും, ഒരുമിച്ച് നടക്കുള്ളൂ. ഇതാണ് പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ. ഇത് ആദ്യ നാളുകളിൽ കൂടും, പക്ഷേ ഹണിമൂൺ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. പിന്നെ ഒരാൾ മുമ്പിൽ ഒരാൾ ബാക്കിലും ആയിരിക്കും. പക്ഷേ അവിടെ നമ്മൾ ബോധപൂർവം ചെയ്യണം, എന്നാലേ റഹ്മാൻ എന്നുള്ള സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുള്ളൂ. ഒരിക്കൽ നമ്മൾ റഹ്മാൻ എന്നുള്ള സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം എന്തെന്നും നിലനിൽക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മരണത്തിന് ശേഷവും അത്രമേൽ വാചാലമാകുന്നത്. അത് ആ റഹ്മാൻ എന്നുള്ള സ്റ്റേജിലേക്ക് നമ്മൾ കാണുന്നത്.